എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ വൈനാണ്. അതിന് 2 പൈനാപ്പിൾ എടുത്തിരിക്കുകയാണ്. നമുക്കിത് കട്ട് ചെയ്യാം. ഇതിൻ്റെ തൊലി കംപ്ലീറ്റ് കളയണം. ഇതിൻ്റെ ഉള്ളിലത്തെ ഇതടക്കം എടുക്കാം. എല്ലാം എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇടുക. പൈനാപ്പിൾ ഇവിടെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ സൂചി ഗോതമ്പ് എടുത്തിന്, ഏലക്കായ്, പട്ട, ഗ്രാമ്പു, പിന്നെ 1 സ്പൂൺ ഈസ്റ്റും 1 കിലോ പഞ്ചസാരയും. ഈ ഭരണിയിലാണ് ഞാൻ വൈനിട്ട് വെക്കുന്നത്. ഭരണി നല്ല ഡ്രൈ ആയിരിക്കണം, വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പകുതി വരെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. ഈ ഭരണി എപ്പോഴും നല്ല ഉണക്കി ഡ്രൈ ആക്കി വെക്കണം, വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ പാടില്ല. ഇപ്പോൾ പകുതി വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കുക. ഏലക്ക ചതച്ചിടുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഗോതമ്പ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സൂചി ഗോതമ്പ് എടുത്തിന്, സാധാ ഗോതമ്പായാലും കുഴപ്പമില്ല. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള പൈനാപ്പിളും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പൈനാപ്പിളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കുറച്ച് കൂടുതലായും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് എടുത്ത് ഒഴിക്കേണ്ടത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു തുണിയെടുത്ത് ഇത് അടച്ചു വെക്കാം. ഇതുപോലെ കെട്ടി വെക്കുക. നല്ല ടൈറ്റ് കെട്ടി വെച്ചോ, അല്ലെങ്കിൽ ഉറുമ്പും അതൊക്കെ അതിനകത്ത് കയറും. ഇനി നമുക്കിത് ഏതെങ്കിലും അധികം വെളിച്ചം തട്ടാത്ത റൂമിൽ കൊണ്ടുവെക്കാം. 17 ദിവസം ഇത് വെക്കണം. എല്ലാ ദിവസവും ഇത് ഇളക്കി കൊടുക്കണം. എല്ലാം ഒരേ റൊട്ടേഷനിൽ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് കൊണ്ടുവെക്കാം. അപ്പോൾ നമ്മൾ വൈൻ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനൊരു 7 മണിക്കാണ് ഇട്ട് വെച്ചത്. അപ്പോൾ ഇന്ന് അതേ സമയത്ത് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് അയച്ചു നോക്കാം. എന്തായി നോക്കാം. അതിൻ്റെ ഉള്ളിൽ നല്ല മണമൊക്കെ ഉണ്ട്. എല്ലാം ഇളക്കി കൊടുക്കാം. നല്ല പത്തിയൊക്കെ വന്നിട്ടുണ്ട്. കേട്ടോ, ഇതിൽ 17 ദിവസം ആകുമ്പോൾ ഈ പതിയൊക്കെ പോകും. ഇതിനകത്ത് നല്ല ക്ലിയർ വൈനായിട്ട് വരും. ഒരേ വശത്തേക്ക് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാ ദിവസവും. അത് നമ്മൾ നല്ല ഇളക്കി കൊടുത്തിട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ തിരിച്ച് കെട്ടി വെക്കണം. എല്ലാ ദിവസവും ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളെ വൈൻ ഞാൻ 18 ദിവസത്തിന് ശേഷം എടുത്തിരിക്കുകയാണ്. നമുക്കിത് അഴിച്ചു നോക്കാം. വൈൻ അടിപൊളി വൈനായിട്ടുണ്ട്. അന്നത്തെ കണ്ട ആ പതിയും കാര്യങ്ങളൊക്കെ പോയി നല്ല പ്യുവർ വൈനായിട്ടുണ്ട്. നമുക്കിത് അരിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇതുപോലത്തെ ഒരു അരിപ്പ എടുത്തിന് ഈ പാത്രത്തിലേക്കാണ് നമ്മൾ വൈൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ബാക്കി നമുക്കൊരു തോർത്ത് ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് വൈൻ്റെ. ഈ പൈനാപ്പിൾ ഒന്ന് ചതച്ചു കൊടുക്കാം, നമുക്ക് പിഴിയാൻ എളുപ്പമാണ്. ബാക്കി നമുക്കൊരു തോർത്ത് ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കാം. നമുക്കൊരു തോർത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം പിഴിയാൻ വേണ്ടിയിട്ട്. തോർത്ത് ഉപയോഗിച്ച് മാക്സിമം പിഴിഞ്ഞെടുക്കുക. ഇതിപ്പോൾ എല്ലാം ഇങ്ങനെ കലങ്ങിയിട്ടുള്ളത്. അതിനിപ്പോൾ ഒരു 3 ദിവസം കൂടെ നമ്മൾ ഈ വൈൻ തിരിച്ച് ഭരണിയിൽ തന്നെ ഇട്ട് വെക്കണം. അപ്പോൾ ഈ മട്ടൊക്കെ അടിയിൽ അടിഞ്ഞു കൂടും. അപ്പോൾ നല്ല പ്യുവർ വൈനായിട്ട് കിട്ടും. ഇതാ ഇത്ര പോരെ വേസ്റ്റ് മാക്സിമം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റാണ്. ഇനി ഇതുപോലത്തെ ഒരു അരിപ്പ എടുത്ത് നമുക്കിത് ഒന്നും കൂടെ അരിച്ചെടുക്കാം. തിരിച്ച് ആ ഭരണിയിൽ തന്നെ ഒഴിച്ചു വെക്കാം. രണ്ടാമതരിക്കുമ്പം കൂടുതൽ വേസ്റ്റ് ഉണ്ടാവത്തില്ല. മാക്സിമം നമ്മൾ തോർത്ത് ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ രണ്ടാമതരിച്ചപ്പോൾ ഇത്ര പോലെ വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. വേസ്റ്റുകളെ അപ്പോൾ നമ്മളെ വൈൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 ദിവസം കൂടി ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് തുറന്ന് എടുക്കാം. നമുക്കിത് പഴയതുപോലെ തന്നെ കെട്ടി വെക്കാം. അതുകൊണ്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. 3 ദിവസം വെക്കുന്ന വെച്ചാൽ ഇതിൻ്റെ മട്ടൊക്കെ അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പ്യുവർ വൈൻ കിട്ടും. തിരിച്ചതുപോലെ തന്നെ കെട്ടി വെക്കുക. ഇനി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. 3 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇതിനി ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. 21 ദിവസത്തിന് ശേഷം നമ്മൾ അയച്ചെടുക്കാൻ പോവാണ്. അയച്ചെടുത്തിട്ട് നോക്കാം. പതിനെട്ടാമത്തെ ദിവസം നമ്മളെടുത്ത് അരിച്ചെടുത്തിട്ട് തിരിച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. 3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാണ്. അപ്പോൾ നമ്മുടെ വൈൻ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നല്ല ക്ലിയർ വൈൻ. ഇപ്പം നമുക്കൊരു ഗ്ലാസ് എടുത്ത് വൈൻ കുറച്ച് എടുത്ത് നോക്കാം. എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് വേണം വൈനിൽ മുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ വൈൻ ചീത്തയായി പോവും. കുറച്ച് നമുക്ക് എടുത്ത് നോക്കാം. ഈ ഗ്ലാസ് എടുത്തിന് വേറെ ഏത് ഗ്ലാസ് ഇതിനകത്തേക്ക് പോകത്തില്ല. ആ വൈൻ്റെ നല്ല സ്മെല്ലും എല്ലാം വന്നിട്ടുണ്ട്. അത്യാവശ്യത്തിന് കളറും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ പൈനാപ്പിൾ വൈൻ. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ നിതിൻ വന്നിട്ടുണ്ട് വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിതിന് കൊടുക്കാം. നല്ല മധുരമുണ്ട്. പിന്നെ വൈൻ്റെ ആ ഒരു ഫ്ലേവർ, വൈൻ്റെ ആ ഒരു പിടുത്തമുണ്ട്. കൊള്ളാം.